പരിശുദ്ധ ഇസ്ലാമിൽ പലപ്പോഴും നമ്മുടെയൊക്കെ കണ്ണിൽ ചെറിയ തിന്മയാണെന്ന് കരുതുന്ന പല വിഷയങ്ങളും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഹദീസുകളിൽ ആ തിന്മയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെറുതായി കാണുന്ന പല കാര്യങ്ങളും നിഷിദ്ധമാക്കിയ പല വിഷയങ്ങളുമുണ്ട്. ഈ രൂപത്തിൽ നിഷിദ്ധമാക്കിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പാടെ ഉപേക്ഷിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടവനാണ് ഞാൻ എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു 3-4 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. പല ആളുകളും നിസ്സാരമായി കണ്ട് അത് സ്വീകരിക്കാതെ അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്താൽ തന്നെ അതിനെ കളിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടുമൊക്കെ തള്ളിക്കളയുന്ന ചില വിഷയങ്ങൾ. ഇടത് കൈകൊണ്ട് വെള്ളമോ മറ്റോ കുടിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് പാടില്ലാത്തതാണ്. കേൾക്കുമ്പോൾ ചെറിയൊരു വിഷയമാണ്. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആ ഒരു നിയമം പാലിക്കാനും അനുസരിക്കാനും അവൻ ബാധ്യസ്ഥനാണ്. കാരണം സത്യവിശ്വാസികൾ വലത് കൈകൊണ്ടാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ വലത് കൈകൊണ്ട് ഭക്ഷിക്കുന്ന ആളുകളിൽ ചില ആളുകൾ പോലും കുടിക്കുമ്പോൾ ഇടത് കൈ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ള വിലക്കിയ ഒരു കാര്യമാണ്, വളരെ ഗൗരവത്തിൽ സ്വഹീഹ് ഹദീസിൽ വിലക്കിയ കാര്യമാണ്. പക്ഷേ പല ആളുകളും ആ ഒരു നിഷിദ്ധമായ കാര്യം ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ അകല അഹദുക്കും ഫല്യഅകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി. നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ്. നിങ്ങൾ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിലും തിന്നുകയാണെങ്കിലും വലത് കൈകൊണ്ട് മാത്രമേ നിങ്ങൾ അത് നിർവഹിക്കാവൂ എന്നത്. കാരണം ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. പിശാചാണ് ഇടത് കൈകൊണ്ട് തിന്നുന്നവനും ഇടത് കൈകൊണ്ട് കുടിക്കുന്നവനും. ഇത് സ്വഹീഹായ ഹദീസിൽ കൃത്യമായി വന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹദീസ് സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എങ്കിൽ മാത്രമേ അവൻ ഒരു പൂർണ്ണ മുസ്ലിം ആവുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ വിഷയമൊന്നുമല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അധികം ആളുകളും ഇത് നിസ്സാരമായി കാണുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ആ കാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യം ഒരിക്കലും ഇസ്ലാമിൽ നിയമമാകാതിരിക്കുകയില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ഒരു പൊതു ജനങ്ങൾക്കിടയിൽ വെച്ച് ഒരാൾ വലത് കൈ കൊണ്ട് കുടിക്കുന്നത് കാണുമ്പോൾ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിക്കുവാനുള്ള കാരണം എന്താണ്? അവിടെ കൂടിയ ഒരുപാട് മുസ്ലിങ്ങൾ വേറെയുമുണ്ട്. അവരെന്ത് ചെയ്യണില്ല? ഈ ഒരു നിയമം പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. ഒരു അപൂർണനായ ഒരു മുസ്ലിമാകാൻ നമ്മൾ പാടില്ല സഹോദരങ്ങളെ. നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കുക, നമുക്കിഷ്ടമില്ലാത്ത തള്ളിക്കളയുക, ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കുക എന്ന നിലപാട് സഹോദരങ്ങളെ, സഹോദരിമാർ, നമുക്കൊരിക്കലും പാടില്ലാത്തതാണ്. അതൊരു വിഷയം മാത്രം. മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കൽ. പല ആളുകളും ഇത് നിസ്സാരമായി കാണുന്ന വിഷയമാണല്ലോ. ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കൽ സ്വഹീഹായ ഹദീസിൽ കൃത്യമായി വന്ന വിഷയമാണ്. ഉഹില്ല ലിഇനാസി ഉമ്മത്തിൽ ഹരീറു വസ്സഹബ് വഹുർജിമ അലാ ദുകൂരിഹിം. അതായത് എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആൺവർഗത്തിന് അവ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും ഇമാം അഹ്മദ് റഹിമഹുള്ള ഹദീസിലും കാണാൻ സാധിക്കും. ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? കുട്ടികൾക്ക്
ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല. ഇത് ജനങ്ങളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ആളുകൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയാണ്, അതിനെ കളിയാക്കുകയാണ്. കാരണം എന്താണ്? ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഹദീസുകൾ നമ്മൾ കൃത്യമായി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് നിഷിദ്ധമാക്കിയ കാര്യമാണ് ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒരു നിസ്സാരമായ വിഷയമായിട്ടല്ല കണ്ടിട്ടുള്ളത്. കാരണം അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കയ്യിൽ, വിരലിൽ സ്വർണ്ണ മോതിരം അണിഞ്ഞതായി റസൂലുള്ളാഹി കാണുകയാണ്. റഅ ഖാതമൻ മിൻ ദഹബിൻ ഫീ യദി റജുലിൻ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസഅഹു ഫതറഹഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരിയെടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഅമദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി. റസൂൽ, നിങ്ങൾ ആരെങ്കിലും തീക്കണൽ തൻ്റെ കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടുമോ? ഒരു തീക്കണൽ തൻ്റെ വിരൽ അണിയുവാൻ ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിൻ്റെ മോതിരം ഒരു പുരുഷൻ ധരിച്ചപ്പോൾ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ ഉപദേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഗൗരവമുള്ള വിഷയോഗത്. ഇന്ന് പല കുട്ടികളും, ചെറിയ കുട്ടികളൊക്കെ സ്വർണം ധരിപ്പിക്കുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആൺവർഗം എന്നത് ഉദ്ദേശിക്കുന്നത് വലിയ മനുഷ്യന്മാരെന്നല്ല, വലിയ പുരുഷന്മാരെന്നല്ല, മറിച്ച് അത് ആൺകുട്ടികൾക്ക് വരെ ബാധകമാണ്. ചെറിയ കുട്ടികൾക്കും അത് ബാധകമാണ്. പല ആളുകളും അത് ന്യായീകരിക്കുകയാണ്, പലതും ഒപ്പിച്ച് പറയാണ്. അത് 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, അതിന് താഴെപ്പെട്ട ഒന്നുമില്ല. ജനിക്കുമ്പോൾ ആൺകുട്ടിയാണോ ആ സമയം മുതൽ ആ കുട്ടിക്ക് സ്വർണം ഹറാമാണ്, ഉപയോഗിക്കാൻ പറ്റൂല. ഇത് സഹോദരങ്ങളെ പല ആളുകളും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ആ വിഷയം പല ആളുകളും എന്താ ഇത് ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കാനുള്ള കാരണം. ഈ രൂപത്തിൽ നിയമങ്ങൾ പറയുമ്പം ആളുകൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾ സ്വീകരിക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ അത് അനുവദനീയമാവുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അത് മോതിരമാണെങ്കിലും കൈച്ചെയിനാണെങ്കിലും വാച്ചാണെങ്കിലും സഹോദരങ്ങളെ ഒരിക്കലും ആൺകുട്ടികൾക്ക് ധരിപ്പിക്കുവാൻ പാടില്ല. അതിൻ്റെ കുറ്റക്കാർ, അതിൻ്റെ പാപഭാരം മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടി വരും. കാരണം ആ കുട്ടികൾക്കത് അറിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ച് വിറ്റോളി, നല്ല വിലയുണ്ട് ഇപ്പോൾ. അല്ലെങ്കിൽ അത് വിറ്റിട്ട്, അല്ലെങ്കിൽ അത് പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുക, അണിയിച്ചു കൊടുക്കുക. വെറുതെ ലക്ഷങ്ങൾ മുടക്കി സഹോദരങ്ങളെ നരകം വാങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരരുത്. അതുകൊണ്ട് അത് ഗൗരവമുള്ള വിഷയമാണ്. 2ാമത്തെ ഉദാഹരണമാണത്. ഇത് പല ആളുകളും അംഗീകരിക്കാനുള്ള കാരണം എന്താണ്? ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ്. 3ാമത്തെ വിഷയം, അന്യ സ്ത്രീയോടൊപ്പം തനിച്ചാകുന്ന വിഷയം. പെട്ടെന്ന് മനസ്സിലാകുന്ന ചില ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. അന്യ സ്ത്രീയോടൊപ്പം ഒറ്റക്കാവുക എന്നുള്ള വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഇന്ന് പലപ്പോഴും പല അപകടങ്ങളിലേക്കും എത്തിപ്പെടുവാനുള്ള കാരണം സഹോദരങ്ങളെ, പല ദീനീബോധമുള്ള ആളുകൾ പോലും, ഭയഭക്തിയുള്ള ആളുകൾ പോലും ഈ വിഷയത്തിൽ അപകടങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ച ഈ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ്. ഒരു അന്യ സ്ത്രീയുമായിട്ട് ഒരു പുരുഷന് ഒറ്റക്കാകാൻ പാടില്ല, തിരിച്ചും പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്വാൻ. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരിക്കലും ഒറ്റപ്പെടൂല, 3ാമതായിട്ട് അവിടെ പിശാചില്ലാതെ. പിശാച് മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ സ്ത്രീ പുരുഷ അവിഹിത ബന്ധങ്ങളിലൂടെ എന്നുള്ളത്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ സഹോദരങ്ങളെ പിശാച് നമ്മോട് സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാകുന്നത് ഹറാമാക്കിയിട്ടുണ്ട്. അതെവിടെയാണെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ, സ്റ്റാഫ് റൂമുകളിൽ ഒരിക്കലും ഒരു ടീച്ചറും ഒരു അധ്യാപകനും ഒരു അധ്യാപികയും ഒറ്റക്കാകുന്ന സന്ദർഭം ഉണ്ടാകാൻ പറ്റൂല. പലപ്പോഴും കുഴപ്പമൊന്നുമില്ല, അറബി ഭാഷയിലെ വയ്ക്കും, അല്ലെങ്കിൽ അറബി ടീച്ചറിലെന്ന് വയ്ക്കുക. ഒരു കുറച്ചൊക്കെ ദീനുള്ള ആൾക്കാരാണ്. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഖഹ്താനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരു അന്യ സ്ത്രീയുമായി ഒരു
ഒരു അന്യ സ്ത്രീയുമായി ഒരു പുരുഷൻ തനിച്ചാവരുത്. എന്നിട്ട് പണി, നീ എത്ര ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവനായാലും ശരി, എത്ര ഭക്തിയുള്ളവനാണെങ്കിലും ശരി, ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും ശരി, ഏത് പണ്ഡിതനാണെങ്കിലും ശരി, സഹോദരങ്ങളെ, അന്യ സ്ത്രീയുമായി തനിച്ചായി കഴിഞ്ഞാൽ പെട്ടെന്ന് പിശാചെന്തയും അവൻ ആ സ്ത്രീയിലേക്ക് വീഴ്ത്തുവാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൽ വീഴും ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാണ് ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കാകാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ പറയും എന്താ സംഭവിക്കുക? ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് എന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ ചോദ്യപ്പം. ഇതാണിപ്പോൾ പുതിയ ചോദ്യങ്ങൾ. എന്താ സംഭവിക്കുക? ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല, ആ വ്യക്തി നശിക്കുന്നുള്ളൂ, വേറെ സംഭവിക്കൂല. ആ വ്യക്തി നശിച്ചു പോകും സഹോദരങ്ങളെ. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യും? ആ വ്യക്തി നശിച്ചു പോകുന്നർത്ഥം, വേറെ സംഭവിക്കുന്നില്ല, ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല. അതുകൊണ്ട് ഇത് ഇസ്ലാമിൻ്റെ നിയമ സഹോദരൻ. അന്യ സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ ഒറ്റക്കാകാൻ പറ്റൂല, അതേപോലെ തിരിച്ചുമാകാൻ പറ്റൂല. മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും ഇത് ബാധകമാണ്. സോഷ്യൽ മീഡിയയിൽ പോലും ഒരു പെണ്ണുമായിട്ടൊരാണ് ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പറ്റൂല. അതിലെന്ത് ചെയ്യും? പല വിഷയങ്ങളിലേക്കും എന്ത് ചെയ്യും? അവരെ കൊണ്ടുപോകുന്നതാണ്. പലപ്പോഴും ഈ വിഷയത്തിൽ അവിഹിതങ്ങളൊക്കെ അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും ഒരു മെസ്സേജായിരിക്കും തുടക്കം. ഒരു അസ്സലാമു അലൈക്കും എന്നായിരിക്കും ചിലപ്പോൾ, ദീനലാണെങ്കിൽ പോലും. അവിടെ ഒറ്റക്ക സഹോദരങ്ങളെ, അവിടെ ആ പെണ്ണിൻ്റെ വാട്സപ്പിൽ ആ പെണ്ണൊറ്റക്കാണ്, നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഒറ്റക്കാണ്. ആ ചാറ്റിങ്ങിൽ പോലും ഒരു ആണും പെണ്ണും ഒറ്റക്കാകാൻ പറ്റൂല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ, ജോലി സംബന്ധമായ മറ്റു അത് അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ച് അതിലപ്പുറത്തേക്കുള്ള സംസാരങ്ങൾ വാട്സപ്പ് ചാറ്റിങ്ങിൽ പോലും അധിക സമയം പറ്റില്ല സഹോദരങ്ങളെ, അപകടത്തിലേക്ക് എത്തുന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇസ്ലാം ഈ നിയമം കൃത്യമാക്കാനുള്ള കാരണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പ്രശ്നമുള്ള വിഷയമല്ല. ദൂരയാത്രയിൽ പോലും, ദൂരസ്ഥലങ്ങളിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ പോലും സഹോദരങ്ങളെ കൂടെ ആരാളുള്ളത്? കൂടെ അവൻ്റെ ബെസ്റ്റിയാണുള്ളത്, അവൻ്റെ ബോയ് ഫ്രണ്ടാണ് കൂടെയുള്ള ട്രെയിനിലുള്ളത്. ട്രെയിനിലൊക്കെ ദൂരയാത്ര നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒറ്റക്കിരുന്നു കൊണ്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് യാത്ര ചെയ്യുക സഹോദരങ്ങളെ, അവിഹിതങ്ങളിലേക്കെത്തി എത്ര വലിയ ദുരന്ത വാർത്തകളാണ് പ്രിയപ്പെട്ട നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാപം മാതാപിതാക്കൾ വീട്ടിൽ നിന്നും സുരക്ഷിതരായി കൊടുക്കുകയും സുരക്ഷിതരാകാൻ വേണ്ടി അവരെ വീട്ടിൽ നിന്നും സ്വന്തം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടുകയാണ്. എന്നിട്ടോ റിസർവ് ചെയ്ത ആ സീറ്റിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് പെൺകുട്ടികളെയൊക്കെ പലപ്പോഴും മാതാപിതാക്കൾ ദൂരസ്ഥലങ്ങളിലേക്ക് പഠനത്തിന് പറഞ്ഞയക്കുന്നത്. എത്രത്തോളം കരുതലാണ് മാതാപിതാക്കൾക്ക്. പക്ഷേ അടുത്ത സ്റ്റോപ്പിൽ നിന്നും കയറും അവൻ്റെ കൂടെയുള്ള ആൺ സുഹൃത്ത് സഹോദരങ്ങളെ. പിന്നെ അവൾക്കൊരു പേടിയില്ല, എന്തിനുമ്മിപ്പി. ഈ രൂപത്തിൽ സഹോദരങ്ങളെ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം നിയമം വെച്ചത്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിഷിദ്ധങ്ങളതൊക്കെ അത് പരിചയമുള്ള ആളാണ്, അവളെ കൂടെ പഠിക്കണവനാണ്, നല്ല ചെക്കൻ നമുക്ക് പറയാം, പ്രശ്നമൊന്നുമില്ല. സഹോദരൻ എത്ര പ്രശ്നമില്ലെങ്കിലും ഇമാം ഖഹ്താനി പറഞ്ഞില്ലേ, എത്ര ഭയഭക്തിയുള്ളവനാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റൂല, ആണും പെണ്ണും ഒറ്റക്കാകാൻ പറ്റൂല. അവിടെ എന്ത് ചെയ്യും? അവരെ വഴിപിഴപ്പിക്കാൻ പിശാച് കൂടെ ഉണ്ടാകും. പെണ്ണ് ഔറത്താണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? പുരുഷൻ അവരിലേക്ക് ചാഞ്ഞു പോകുമെന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ പലപ്പോഴും ഭൗതികവാദികളൊക്കെ എന്താണ് അരിയക്ത് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്തിനെന്താ പ്രശ്നമുള്ളത്? ഇപ്പം എന്താ ഇപ്പം സംഭവിക്കാൻ പോണത്? ഇവരൊന്നും ഈ സംഭവിക്കണമെന്ന് കാണില്ല. എത്രങ്ങാനും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുള്ള മക്കളുള്ള അധ്യാപകൻ പോലും സഹോദരങ്ങളെ സ്റ്റാഫ് റൂമിൽ മറ്റൊരു സ്റ്റാഫുമായി ഒരുമിച്ചിരുന്ന് അതങ്ങനെ നീണ്ടുപോയി അവസാനം ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് അവസാനം അവിധങ്ങളിലേക്ക് എത്തി ഈ പുതിയതായി പരിചയപ്പെട്ട ഈ കോളേജിലെ സ്റ്റാഫിനെ വിവാഹം കഴിക്കേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. നിലവിലുള്ള ഭാര്യയെയും ആ കുട്ടികളെയും പെണ്ണിൻ്റെ പിതാവ് ഇടപെട്ടുകൊണ്ട് ബന്ധം വിച്ഛേദിച്ചിരുന്നതാണ്. അവസാനം ഈ പെണ്ണുമായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. ഇതൊന്നും ആളുകൾ കാണുന്നില്ല. എന്ന് ചോദിക്കണം, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം നശിപ്പിക്കുവാനുള്ളതല്ല. അതുകൊണ്ട് ഈ നിയമങ്ങൾ കൃത്യമായി നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്തൊരു വിഷയമാണ് സ്ത്രീ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തു പോകുക എന്നുള്ള വിഷയം. ഞാൻ നിസ്സാരമായ വിഷയം, ഇന്ന് പൊതുവെ ആളുകളുടെ മനസ്സിൽ നിസ്സാരം എന്ന് തോന്നുന്ന വിഷയം പറഞ്ഞിട്ടുള്ളൂ. സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുക, സ്ത്രീകൾ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്കിറങ്ങുക,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറത്തുൻ, ഒരു സ്ത്രീ എന്താണ്, അത് അവൾ ഔറത്താണ്. അതുകൊണ്ട് ഫൈദാ ഖറജത്, അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിശാചിന് അവളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. അതുകൊണ്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് എന്ത് ചെയ്യരുത്, സുഗന്ധം പൂശിക്കൊണ്ടൊരു പെണ്ണ് പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ റസൂൽ പറഞ്ഞു ഫഹിയ സാനിയത്തുൻ, അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചാരിണിയാണ്. ഇത് പറയുമ്പോൾ എന്താണ്, എന്നാൽ ആണുങ്ങൾക്കൊന്ന് നിയന്ത്രിച്ച പോരെ എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം ആണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഒരു സ്ത്രീയിലേക്ക് നിങ്ങൾ ഒരു തവണ നോക്കൽ അനുവദനീയമാണ്, പിന്നെയും നോക്കാൻ പറ്റൂല. അപ്പം ആണിനും നിയമമുണ്ട്, പെണ്ണിനും നിയമമുണ്ട്. ഒരു പെണ്ണിനെ മറ്റുള്ള ആണുങ്ങളെ ശ്രദ്ധ അവയിലേക്ക് തിരിച്ചുവിടുന്ന രൂപത്തിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടും സുഗന്ധം പൂശിക്കൊണ്ടും ഒരു പെണ്ണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫഹിയ സാനിയത്തുൻ, അവൾ വ്യഭിചാരിണിയാണ്. പുരുഷനോടും പറഞ്ഞു, ഒരു അന്യ സ്ത്രീയെ കണ്ടാൽ ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ്, ചിലപ്പോൾ തിരിച്ചറിയാനോ അറിയാതെ നോക്കുന്നത്, പക്ഷെ പിന്നെയും നോക്കുന്നത് നിനക്ക് നിഷിദ്ധമാണ്. നീ കണ്ണുകൾ താഴ്ത്തണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ ഒരുപാട് നിയമങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇവിടെ പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഒരു മർമ്മപ്രധാനമായ കാരണമുണ്ട്. ഇതെല്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. പലപ്പോഴും പല ആളുകളും നിസ്സാരമായി കാണുന്ന നിയമം, എന്നാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങൾ വലുത സഹോദരങ്ങളെ, കുടുംബ വിച്ഛേദനത്തിലേക്കും മറ്റു പല വിഷയങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെടാനുള്ള കാരണമാണ് ഈ വിഷയങ്ങളൊക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ലോകത്ത് ബഹുഭൂരിഭാഗം മനുഷ്യന്മാരും സഹോദരങ്ങളെ അവരവരുടെ മതവിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, ആണല്ലോ. ലോകത്തുള്ള മനുഷ്യരൊക്കെ ബഹുഭൂരിഭാഗം ആളുകളും, കുറച്ചാൾക്കാർക്ക് മതം ഉണ്ടാവില്ല, അവർക്ക് തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ അധികം ആളുകളും ഓരോ മതത്തിലുള്ള ആളുകൾ ആ മതത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് പിന്നിട്ടും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് മതനിയമങ്ങൾ മുസ്ലിങ്ങൾ പാലിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചർച്ചയാകുന്നത്? നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ രൂപത്തിൽ പല വിഷയങ്ങളുണ്ടാകും. വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൽ നിയമമുണ്ട്, നമുക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ പാലിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചർച്ചയാകുന്നത്? ഇത് ചിന്തിക്കേണ്ട സഹോദരൻ നമ്മളാണ്. എന്തുകൊണ്ട് ചർച്ചയാകുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബഹുഭൂരിഭാഗം ആളുകളും ഈ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്, പേരിന് മുസ്ലിം ആയതുകൊണ്ടാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കണം. വലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ, നിങ്ങൾ പിശാചിൻ്റെ കാലടികൾ പിന്തുടരരുത്. പിശാചിനെ അല്ല നിങ്ങൾ ഫോളോ ചെയ്യണം, മറിച്ച് എന്താണ്, അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും ഈ രൂപത്തിലുള്ള നിയമനിർദ്ദേശങ്ങളെയാണ് ഒരു മുസ്ലിം ഫോളോ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നിലയ്ക്ക് പല വിഷയങ്ങളിലും ഒരു മുസ്ലിം തട്ടമിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിം വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു സ്വർണം ധരിക്കാതിരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളും ചർച്ചയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ പ്രതി സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രതി നമ്മുടെ സമൂഹം തന്നെയാണ്. ഇതെല്ലാവരും കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യൂല, ഈ വിഷയത്തിൽ കൈവെക്കുകയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഭൂരിഭാഗം ആളുകളും ഇത് പാലിക്കാതിരിക്കുമ്പോൾ പൊതുസമൂഹം വിലയിരുത്തണം, എന്ത്, ഇതിപ്പോൾ അത്ര പ്രാധാന്യമുള്ള വിഷയമൊന്നുമല്ലല്ലോ, അല്ലേ? സ്കൂളിൽ ഇപ്പം എന്തിനപ്പം തട്ടിടുന്നത്, മഫ്തിടുന്നത്? ഒരു സ്കൂളിൽ 200 കുട്ടികളുണ്ടെങ്കിൽ ഒരു 150 എന്തേക്കാരം മഫ്ത ധരിക്കാത്തവരായിരിക്കും. അപ്പം എന്ത് ചെയ്യാണ്? പൊതുസമൂഹം വിലയിരുത്തുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഇടപെടുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ എന്ത് ചെയ്യാണ്? വിലയിരുത്തുകയാണെന്ത്, ഇതിപ്പോൾ അത്ര പ്രാധാന്യ വിഷയമൊന്നുമല്ലല്ലോ. കാരണം എന്താണ്, അധികം ആൾക്കാർ ഇടുന്നില്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാ ഇവർക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കണത്, എന്തിനാ ചർച്ചയാക്കുന്നത്? സഹോദരങ്ങൾ, അങ്ങനെയല്ല, മറിച്ച് നമ്മെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. ആ നിയമം പാലിക്കൽ നമ്മൾ നിർബന്ധമാണ്. ഒരു സത്യവിശ്വാസം
അപ്പോൾ ആ സത്യവിശ്വാസി ഏത് സ്ഥലത്ത് പോകുമ്പോഴും ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം പോകേണ്ടത്. അല്ലാതെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു കോലത്തിൽ പോകുക, മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറെ കോലത്തിൽ പോകുക, ഇങ്ങനെ ഒരു ആ നിലക്ക് ഇരട്ടത്താപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ മുസ്ലിം സമുദായത്തിൻ്റെ നേർക്ക് പല ആളുകളും കൈവച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കൃത്യമായ നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച വിഷയമാണത്. കാരണം മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കാലത്തും സഹാബത്തിൻ്റെ കാലത്തുമൊക്കെ ഇസ്ലാമിൻ്റെ വിജയമെന്നുള്ള സഹോദരങ്ങളെ അവരെ കൃത്യമായ ആദർശബോധവും ഉറച്ച വിശ്വാസവും കൊണ്ട് മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ ഇസ്ലാം വിജയിച്ചു മുന്നോട്ട് വന്നത്. മക്ക വിജയവും പേർഷ്യയും റോമയുമൊക്കെ പിടിച്ചടക്കിയതും അവിടെയൊക്കെ പരിശുദ്ധ ഇസ്ലാമിന് വിജയിക്കാൻ സാധിച്ച സഹോദരങ്ങളെ നട്ടെല്ലുയർത്തിക്കൊണ്ട് നിലപാട് കൃത്യമായി പറഞ്ഞതുകൊണ്ടും ആ ഒരു ഈമാൻ കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ടുമാണ് മുസ്ലിം സമുദായത്തിന് മുൻകാലങ്ങളിലൊക്കെ വിജയമുണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ കൃത്യം മനസ്സിലാക്കുക, ദീനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം ദുർബലമാകും. വിശ്വാസം ദുർബലമാകുമ്പോൾ ശത്രുക്കൾ നമ്മെ അതിജയിച്ചു കൊണ്ടിരിക്കും. നമ്മൾ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനത്തും ലോകത്തിൻ്റെ പല ഭാഗത്തുമൊക്കെ ഇന്ന് മുസ്ലിം സമൂഹം, മുസ്ലിം കമ്മ്യൂണിറ്റി വേട്ടയാടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവർ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർ ഈമാൻ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരങ്ങൾ, ഈമാനിൻ്റെ പവർ ഉണ്ടെങ്കിൽ എവിടെയും ഒരിക്കലും ഒരു ശത്രുക്കൾക്കും പരിശുദ്ധ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ മുമ്പിലെ തെളിവാണ് ഗാസയിൽ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ജില്ലയുടെ പകുതി പോലും വിസ്തീർണമില്ലാത്ത ഒരു സ്ഥലം എന്തുകൊണ്ടാണ് 2 വർഷത്തോളം അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടും അമേരിക്കയെ പോലെയുള്ള വൻകിട ശക്തികൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു കൊച്ചു സ്ഥലത്തെ, ആ രാജ്യത്തെ പിടിച്ചടക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്? എങ്ങനെയാ സഹോദരങ്ങൾ അവിടെ സ്ത്രീകളും കുട്ടികളും പിടിച്ചു നിൽക്കുന്നത്? സ്വന്തമായി വീടില്ലാതെ ഏതെങ്കിലും പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പോയി നിർഭയത്വത്തോടുകൂടി അവർക്ക് ജീവിക്കുവാനുള്ള ധൈര്യം സഹോദരൻ എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് അവരെ ഈമാനാണ്. ഈമാനുണ്ടോ ഒരിക്കലും സഹോദരങ്ങളെ നമ്മെ അതിജയിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ആ പവർ കൊണ്ട സഹോദരങ്ങളെ അവർക്ക് പാരായണം ചെയ്തൂടെ? 1 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും പേടിയില്ലാതെ അവിടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരെ ഈമാനാണ്, അവരെ നിലപാടാ സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ നിലപാടാണ്. വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും ഒരു സ്കൂളിലേക്ക് തട്ടമിട്ട് ഒരു പെൺകുട്ടി പോയപ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാനുള്ള ധൈര്യം അവർ കിട്ടിയവിടുന്നാണ്. ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആളുകളും വെറും ക്വാണ്ടിറ്റി മാത്രം ഉള്ള ഒരു വിഭാഗമായി തോന്നുന്നത്. വെറും ക്വാണ്ടിറ്റി ഉള്ളൂ, എണ്ണത്തിൽ കൂടുതൽ മാത്രം, പക്ഷെ എന്തില്ല, ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഇല്ലാത്ത ഒരു വിഭാഗമായി മാറി എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ധൈര്യപൂർവ്വം അവർക്ക് ഇടപെടാനുള്ള കാരണം ആരും സപ്പോർട്ട് ചെയ്യൂല. നമ്മൾ സ്കൂളിൽ കണ്ടില്ല, ആ പിതാവ് മാത്രമാണ് അവിടെ സപ്പോർട്ട് ചെയ്തത്. വേറെ എത്രയോ മുസ്ലിം രക്ഷിതാക്കൾ ആ സ്കൂളുണ്ട്, പക്ഷേ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, ഉറക്കെ പറയുവാൻ സാധിക്കുന്നില്ല സഹോദരങ്ങളെ. ഈമാൻ ദുർബലമായി. അതുകൊണ്ട് പ്രിയ സഹോദരി പറഞ്ഞു വരുന്നത്, നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് വ അന അവ്വലുൽ മുസ്ലിമീൻ വജ്ജഹതു വജ്ഹി ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആമിന്റെ 162, 163 ആയത്താണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയമായും എൻ്റെ നമസ്കാരവും എൻ്റെ ബലിയും മറ്റുള്ള ആരാധനാ കർമ്മങ്ങളും വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹു, അതിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. വബിദാലിക ഉമിർതു, അതാണ് അപ്രകാരമാണ് എന്നോട് റബ്ബ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്. അതിനുദ്ദേശം എന്താണ്?
ഞാൻ മുസ്ലിങ്ങളിൽ ഞാൻ നമ്പർ 1 മുസ്ലിമാണെന്നർത്ഥം. അല്ല ആദ്യത്തെ മുസ്ലിം എന്നല്ല. ഞാൻ മുസ്ലിങ്ങളിൽ ഒരു നമ്പർ 1 മുസ്ലിമാണ്. ഈ നമ്പർ 1 മുസ്ലിമാണ് സഹോദരൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്പർ 1 മുസ്ലിമായി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ ഒരു വിഷയത്തിലും ഇടപെടാൻ സാധിക്കുകയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യണം? ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വന അവ്വലുൽ മുസ്ലിമീൻ എന്നുള്ളത് സഹോദരങ്ങളെ വജ്ഹത്തു ഓതുമ്പോൾ മാത്രം റബ്ബിൻ്റെ മുമ്പിൽ മാത്രം പറഞ്ഞാൽ പോരാ, മറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ നട്ടൽ ഉയർത്തിക്കൊണ്ട് പറയാൻ സാധിക്കണം, ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ ക്വാളിറ്റിയും എൻ്റെ നിയമവും എൻ്റെ ഐഡൻറ്റിറ്റിയും ഇതാണ് എന്ന് ഉറക്കെ പറയാൻ സഹോദരങ്ങളെ ഓരോ മുസ്ലിമിനും സാധിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു വിവാദവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അത് എല്ലാവർക്കും പറയാൻ സാധിക്കണം. എല്ലാ ആളും നിസ്കരിക്കുമ്പോൾ പറയുന്നുണ്ടാവും അന അവ്വൽ മുസ്ലിമീൻ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ ഹിജാബിൻ്റെ വിഷയമാകട്ടെ മറ്റേതൊരു വിഷയമാകട്ടെ ഒരു മുസ്ലിം മാത്രം അവൻ്റെ മതനിയമങ്ങൾ പാലിക്കുമ്പോൾ ചർച്ചയാകുന്നുണ്ടെങ്കിൽ, എന്നാൽ മറ്റു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ മതനിയമങ്ങൾ പാലിച്ച് ചിലയിടത്ത് പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, പക്ഷെ അവിടെയൊന്നുമില്ല, അത് ചർച്ചയാവുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മൾ കൃത്യമായ നിലപാടുള്ളവരായിരിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാത്ത പക്ഷം സഹോദരങ്ങളെ ശത്രുക്കൾ നമ്മെ അതിജയിക്കും. ഈമാൻ ദുർബലമായി കൊണ്ടിരുന്നാൽ ശത്രുക്കൾ നമ്മെ അതിജയിക്കും. അല്ലാത്ത പക്ഷം ചെയ്യും. അതല്ല, നമ്മൾക്ക് ഈമാനുണ്ടോ, നമുക്ക് നിലപാടുണ്ടോ, ആരും സഹോദരങ്ങളെ തടയാൻ വരില്ല. നമ്മുടെ രാജ്യത്ത് ഓരോ മതസ്ഥർക്കും അവിടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ആ അവകാശം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നമ്മുടെ നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹോദരന്മാരെ നമ്മൾ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉമ്മത്തിൽ വരാനിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം നല്ല ക്വാളിറ്റിയല്ല, മറിച്ചെന്താണ് സമുദായത്തിന് ദുരന്തമായിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ഒരു വിഷയമാണ്. യൂഷിക്കു അൻ തദാഅ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുഖിൻ. എല്ലാ ദിക്കിൽ നിന്നും ജനവിഭാഗങ്ങൾ നിങ്ങൾക്ക് നേരെ ഒരുമിച്ച് കൂടും. എത്ര പ്രസക്ത സഹോദരങ്ങൾ, ആലോചിക്കുക. റസൂലുള്ളാഹി പറഞ്ഞ വിഷയമാണ്. എല്ലാ ദിക്കിൽ നിന്നും നിങ്ങളുടെ നേരം ചെയ്യും ആളുകൾ ഒരുമിച്ച് കൂടും. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോലും ചെയ്യുന്നുണ്ട് ഇന്ന് ആളുകൾ എക്സ് മുസ്ലിം എന്നൊക്കെ കേട്ടുകൊണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിനെ. ഏതുപോലെ ഭക്ഷണം കഴിക്കുന്നവർ തങ്ങളുടെ തളികയിലേക്ക് ഒരുമിച്ച് കൂടുന്ന പോലെ മുസ്ലിം സമുദായത്തിന് നേരെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കും, വിമർശിച്ചുകൊണ്ടിരിക്കും, വിവാദത്തിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. ആ സമയത്ത് സഹാബികൾ ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലേക്ക് ഈ രൂപത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ശത്രുക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനുള്ള കാരണം? ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ. അന്ന് ഞങ്ങൾ എണ്ണം കുറവായതുകൊണ്ടാണോ? ഞങ്ങൾ കുറച്ചാളുകളുള്ളത് കൊണ്ട് ഞങ്ങൾ അതിജയിക്കാമെന്ന് കരുതിയിട്ടാണോ ഇങ്ങനെ ആളുകൾ ഞങ്ങൾക്ക് നേരെ തിരിയുന്നതെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ, ഒരിക്കലുമല്ല. നിങ്ങൾ എണ്ണം കൂടുതലായിരിക്കും, എണ്ണത്തിൽ ധാരാളം ആളുകൾ നിങ്ങളുണ്ടായിരിക്കും. പക്ഷേ വലാകിന്നകും ഗുസാഅൻ കഗുസാഇസ് സൈൽ. അന്നത്തെ ദിവസം നിങ്ങൾ ധാരാളമുണ്ടാകും, പക്ഷേ നിങ്ങൾ വെള്ളപ്പൊക്കത്തിലെ ചപ്പുചവറുകളെ പോലെയായിരിക്കും. എത്ര വ്യക്ത സഹോദരങ്ങളെ, ഒരു വെള്ളത്തിൽ ചപ്പുചവയുന്ന പോലെ കൂടെ കൂടികളായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഒരിക്കലും ഇങ്ങനെ പോകുന്ന അർത്ഥം ഒരു നിലപാടുണ്ടാവില്ല. ഒരു സ്ഥലത്തും എഴുന്നേറ്റുന്നുകൊണ്ട് നിലപാട് പറയാൻ അവർക്ക് സാധിക്കൂല. അവരെന്ത് ചെയ്യും? ഈ രൂപത്തിൽ അവരൊരു വെള്ളപ്പൊക്കത്തിലെ ചപ്പുചവറുകളെ പോലെയായിരിക്കും. യുജഅലുൽ വഹ്നു അലാ ഫീ ഖുലൂബിക്കും.
അവരുടെ ഹൃദയങ്ങളിൽ വഹ്ന് നിക്ഷേപിക്കപ്പെടും. അവരെ മനസ്സിൽ വഹ്നുണ്ടാവുന്നു. എന്താ വഹ്ന്? ഒരു തരം ദൗർബല്യം, ബലഹീനത ഉണ്ടാവുന്ന അർത്ഥം. ഈ വിഷയത്തിൽ ഒരു ദൗർബല്യം ഉണ്ടാകും. മാത്രമല്ല അങ്ങനെ വിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ വഹ്നിട്ട് കൊടുക്കും. ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള ഭയം നീക്കപ്പെടും. ശത്രുക്കളെ മനസ്സെന്ത് ചെയ്യും? ആ ഭയം നീക്കപ്പെടും. അതുകൊണ്ടാണ് എന്തും വിളിച്ചു പറയണത്. ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളെക്കുറിച്ചുള്ളൊരു ഭയം ഉണ്ടല്ലോ, അത് നീക്കപ്പെടും. കാരണം എന്താണ്? കുറേ ആൾക്കാരുണ്ടാവും, പക്ഷേ ചപ്പ് ചവറുകളായിരിക്കും. പേരിന് മാത്രം മുസ്ലിങ്ങളാവുള്ളൂ എന്നർത്ഥം. റസൂൽ പറഞ്ഞ വളരെ പ്രസക്തമായ വിഷയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്താണ് വഹ്ന് എന്ന് പറയണത്? എന്താണ്? ആ ആളുകൾക്ക് ദുനിയാവിനോട് വലിയ പ്രേമമായിരിക്കും, മരണത്തവർക്ക് പേടിയായിരിക്കും. ദുനിയാവിനോട് ഇഷ്ടമായിരിക്കും അവർക്ക്, ദുനിയാവായിരിക്കും ലക്ഷ്യം അവരെ, എന്നാൽ മരണം അവർക്ക് പേടിയായിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ കുടുംബത്തിലൊന്നും ഒരിക്കലും സഹോദരങ്ങളെ ഈ ഒരു ചിന്ത നമ്മുടെ മക്കളിലോ നമ്മുടെ ഭാര്യമാരിലോ നമ്മുടെ പെങ്ങന്മാരുണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് സഹോദരങ്ങളെ മനസ്സിൽ കൃത്യമായി ഈമാൻ ഉറപ്പിക്കുകയും നിലപാടുകൾ സ്വീകരിക്കാൻ പാകത്തിന് സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നാം വാർത്തെടുക്കുകയും വേണമെന്നുള്ളതാണ്. റസൂൽ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പോലും ഇങ്ങനെ വിവാദങ്ങളുള്ള കാരണം എന്താണ്? ഇതൊക്കെ മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ വന്ന വിഷയമാണ്. നമ്മുടെ കേരളത്തിലേക്ക് പോലും അങ്ങനെ ഈ രൂപത്തിൽ ഹിജാബിൻ്റെ വിഷയത്തിലൊക്കെ വിവാദമുണ്ടാകാനുള്ള കാരണം എന്താണ്? അവരെ മനസ്സിൽ നിന്നും ആ ഒരു ഭയം ഇല്ലാതായിപ്പോയി. എന്ത്? ഒരു കുട്ടിനെ പുറത്താക്കി എന്തും സംഭവിക്കില്ല അവിടെ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം എന്താണ്? മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? സപ്പോർട്ട് ഉണ്ടാവും എന്നർത്ഥം. ആരും എതിർക്കാൻ വരില്ല. കാരണം എന്താണ്? അവരെ ഹൃദയത്തിൽ വഹ്ന് വന്ന് ദുനിയാവ വന്നത് അവർക്കെന്തില്ല? പരലോകത്തെക്കുറിച്ചുള്ള പേടിയില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള സ്കൂളിലേക്ക് പറഞ്ഞയക്കണത് അല്ലേ? ഒരു നൂൽബന്ധം പോലും ഇല്ലാത്ത സ്കൂളിലേക്ക് സഹോദരങ്ങളെ 100-150 കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആലോചിച്ച് എത്രത്തോളം അപകടമാണത്. ഒരു ഷാള് പോലും ഇടാൻ സമ്മതിക്കുന്നില്ല, ഒരു മഫ്ത അയച്ചു വെച്ചിട്ടാണ് സ്കൂൾക്ക് കയറുന്നത്. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും ഒക്കെ ഇതിനപ്പുറം പല വിഷയങ്ങൾ നിലപാടെന്താണ്? വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? പള്ളിയിലേക്ക് പോകുമ്പോഴും ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോഴും മരണ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യും? നല്ല വസ്ത്രം ധരിച്ചു പോകും. ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു ഫാമിലി ട്രിപ്പ് പോകുമ്പം എന്താണ് അവസ്ഥ? അപ്പോൾ രണ്ടും മനസ്സിലാക്കേണ്ട വിഷയമാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ. യൂണിഫോം വിഷയത്തിലൊക്കെ കാൽമുട്ടിന് താഴെ അവസാനിക്കുന്ന വസ്ത്രം ധരിക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട്. നമുക്കൊരു നിയമമുണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു നിയമമുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ആ റബ്ബാണ് നമ്മളെല്ലോട്ടും നിരീക്ഷിക്കുന്നത്. നമ്മുടെ വീട്ടിലും പള്ളിയിലും ഖുർആൻ ക്ലാസ്സിലോടത്തും ഏത് സ്കൂളിലും കോളേജിലും കല്യാണ വീട്ടിലുമൊക്കെ ആ റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് മാറിക്കുക. അത് അനുകൂലമായ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുപോയി ചേർത്തുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ കൃത്യമായി ഈ വിഷയത്തിൽ റബ്ബിൻ്റെ തൃപ്തി വാങ്ങിക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകണം. കൃത്യമായി ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാവുക എന്നാണ് അവസാനമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാൻ. ഒരിക്കലും തന്നെ നമ്മൾ ഒരു നിലക്കും ഒരു വിഷയത്തിലും ഒഴുക്കിനൊപ്പം അങ്ങനെ പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ കൃത്യമായി അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും സഹോദരങ്ങളെ വിഷയങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ആ നിലയ്ക്ക് ഒരു പൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞില്ലേ, പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ
നമ്മൾ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.